KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ധർമ്മപതാകയേന്തുക SYS പുനഃസംഘടനാ ക്യാമ്പയിന് സമാപനം കുറിച്ച് വാർഷിക സമ്മേളനത്തിന് തുടക്കമായി. വാരാണസി അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. കതിരൂർ മനോജ് വധം CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പത്താൻകോട്ട് നിന്ന് കാണാതായ കാർ ഡ്രൈവർ കൊല്ലപ്പെട്ട നിലയിൽ കാർ കാണാനില്ല. SNC ലാവലിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ സർക്കാർ അനുമതി വാങ്ങണമെന്ന് ഹൈക്കോടതി. രോഹിത് വെമുലയുടെ മരണം ഡിവിഷൻ കേന്ദ്രങ്ങളിൽ SSF ധർണ സംഘടിപ്പിക്കുന്നു. SSF വിസ്ഡം എക്സലൻസി ടെസ്റ്റ് ഈ മാസം 24-ന് 75,000 വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കിരിക്കും. ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ ദശദിന ഖുർആൻ പ്രഭാഷണത്തിന് ചെറുവാടിയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. വാരാണസി അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ ബിരുദദാന ചടങ്ങിന് മുഖ്യാതിഥിയായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രതിഷേധ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. രോഹിത് വെമുലയുടെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ മോദിക്കെതിരെ മുദ്രാവാക്യം വിളികൾ ഉയർത്തിയത്. മോദി ഗോ ബാക്ക് വിളികളുമായി രംഗത്തെത്തിയ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടർന്നത്. ചടങ്ങിൽ പ്രസംഗിച്ച പ്രധാനമന്ത്രി ഒടുവിൽ രോഹിത് വെമുല വിഷയത്തിൽ മൌനം വെടിഞ്ഞു. ഭാരതമാതാവിന് ഹൈദരാബാദിൽ ഒരു മകനെ നഷ്ടമായെന്നും ഈ സംഭവം തന്നെ വേദനിപ്പിച്ചെന്നും മോദി പ്രസംഗത്തിൽ വ്യക്തമാക്കി. രോഹിത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ ആത്മഹത്യാക്കുറിപ്പിലെ തിരുത്തിനെക്കുറിച്ചുള്ള ദുരൂഹത തുടരുന്നു. കത്ത് തിരുത്തിയത് രോഹിത് തന്നെയാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്നതാണ് വിദഗ്ധർ അന്വേഷിക്കുന്നത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രോഹിത് തൂങ്ങിമരിച്ച സ്ഥലത്തുനിന്നാണ് കത്ത് കണ്ടെടുത്തിരുന്നത്. അന്നുതന്നെ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. തിരുത്തിയ വരികൾക്കു ശേഷം ബ്രാക്കറ്റിൽ താൻ തന്നെയാണ് വാക്കുകൾ തിരുത്തിയത് എന്നെഴുതി രാഹുലിന്റെ ഒപ്പും രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തിരുത്തിയത് രാഹുലാണെന്നുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം നിജസ്ഥിതി അറിയാൻ കത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും ഏതാനും ദിവസങ്ങൾക്കകം സത്യാവസ്ഥ അറിയാൻ കഴിയുമെന്നും പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTA റിപ്പോർട്ട് ചെയ്യുന്നു. തിരുത്തിയ വാക്കുകൾ അംബേദ്കർ സ്റ്റുഡന്റ്സ് അസോസിയേഷനെക്കുറിച്ചുള്ളതാണെന്നും ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. SNC ലാവലിൻ കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ സർക്കാർ അനുമതി വാങ്ങണമെന്ന് ഹൈക്കോടതി. കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ SNC ലാവലിൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സർക്കാർ നൽകിയ നോട്ടീസിൽ മറുപടി നൽകാൻ കമ്പനിക്ക് 4 ആഴ്ച കൂടി സമയം നൽകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കമ്പനി ആവശ്യപ്പെട്ട രേഖകൾ സർക്കാർ കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു. ലാവലിനെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2 തവണ കാരണം കാണിക്കൽ നോട്ടീസും 1 തവണ സമൻസും ലാവലിൻ കമ്പനിക്ക് അയച്ചിട്ടുണ്ടെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. സർക്കാരിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കമ്പനി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പത്താൻകോട്ട് വ്യോമസേനാ താവള ഭീകരാക്രമണത്തിനു പിന്നാലെ സ്ഥലത്തുനിന്ന് കാണാതായ ടാക്സി ഡ്രൈവറെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഹിമാചൽ പ്രദേശിൽ വെച്ചാണ് ഡ്രൈവർ വിജയ്കുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കാർ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതോടെ രാജ്യമെങ്ങും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 3 അംഗ സംഘമാണ് പത്താൻകോട്ടിൽ നിന്ന് വെള്ള ആൾട്ടോ കാർ വാടകയ്ക്കെടുത്തത്. അതിനിടെ ഇൻഡോ തിബറ്റൻ ബോർഡർ പോലീസ് ഇൻസ്പെക്ടർ ആനന്ദ് സ്വരൂപിന്റെ ടാറ്റ സഫാരിയും മോഷണം പോയിട്ടുണ്ട്. പത്താൻകോട്ട് വ്യോമസേന താവളത്തിൽ ഭീകരർ ആക്രമണം നടത്താൻ എത്തിയത് ഗുരുദാസ്പൂർ SP-യുടെ കാറിലായിരുന്നു. റിപ്പബ്ലിക് ദിനവും അർദ്ധകുംഭമേളയും തീവ്രവാദികൾ ലക്ഷ്യം വെക്കുന്നുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പത്താൻകോട്ട് ഭീകരാക്രമണത്തിനു മുമ്പ് 15 തീവ്രവാദികൾ ഇന്ത്യയിലെത്തിയിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. IS-നെ നേരിടാനെന്ന പേരിൽ ഹിന്ദു സ്വാഭിമാൻ സേന ധർമ്മസേന എന്ന പേരിൽ സംഘടനയുണ്ടാക്കുന്നതായി റിപ്പോർട്ട്. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഭീകര സംഘടനയായ IS-നെ നേരിടാനെന്ന പേരിൽ ഹിന്ദു സ്വാഭിമാൻ എന്ന തീവ്ര ഹിന്ദുത്വ സംഘടന ധർമ്മസേനയുണ്ടാക്കുന്നതായി റിപ്പോർട്ട്. 15,000 സൈനികരെ ഇതിനായി സജ്ജരാക്കിയിട്ടുണ്ടെന്ന് സംഘടനാ നേതാക്കളെ ഉദ്ധരിച്ച് ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. 8 വയസ്സു മുതലുള്ളവർ സേനയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. വാളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാനാണ് പരിശീലനം നൽകുന്നത്. ഗാസിയാബാദ് ജില്ലയിലെ ദസ്ന പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിനടുത്താണ് സേനയുടെ ആസ്ഥാനം. സ്ത്രീകളും കുട്ടികളും വരെ അംഗങ്ങളായ 50-ലേറെ സായുധ പരിശീലന ക്യാമ്പുകൾ
മേഖലയിലുണ്ടത്രേ. മീറത്തിൽ 3 മുസഫർ നഗറിൽ 5 ക്യാമ്പുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മുൻ സൈനികരടക്കമുള്ളവരാണ് പരിശീലകർ. പ്രൊഫഷണൽ ഭാരോദ്വഹകരും കായിക കലയുടെ പരിശീലകരുമൊക്കെ ക്യാമ്പിലുണ്ട്. 8 മുതൽ 30 വയസ്സുവരെയുള്ളവരെ ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ഹിന്ദു സ്വാഭിമാൻ നേതാവ് ചേതന ശർമ്മ പറയുന്നു. കുട്ടികൾക്ക് തുടക്കത്തിൽ വാളും തോക്കും നൽകില്ല. അവർക്ക് 6 മാസത്തെ ശാരീരികവും മാനസികവുമായ പരിശീലനം നൽകും. ഭഗവത്ഗീത പഠിപ്പിക്കും. പുനർജന്മമുള്ളതുകൊണ്ട് മരണത്തെ ഭയപ്പെടേണ്ട എന്ന കാര്യമാണ് പ്രധാനമായും ഇവരെ പഠിപ്പിക്കുന്നതെന്ന് ശർമ്മ പറഞ്ഞു. ഇതിനുശേഷമാണ് ഇവർക്ക് ആയുധങ്ങൾ നൽകുക. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർ സ്വന്തമായി ക്യാമ്പും തുടങ്ങും. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. കതിരൂർ മനോജ് വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. 25ാം പ്രതിയാക്കി CBI കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജയരാജൻ കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. ദേഹ അസ്വസ്ഥതയെ തുടർന്ന് തലശ്ശേരി AKG ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ജയരാജൻ. ജനുവരി 4-ന് ചോദ്യം ചെയ്യാൻ CBI നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ജയരാജൻ ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജയരാജൻ ഒരാഴ്ചത്തെ അവധി അപേക്ഷ നൽകുകയായിരുന്നു. അവധി അവസാനിച്ചതിനെ തുടർന്നാണ് ജനുവരി 12-ന് തലശ്ശേരി ക്യാമ്പ് ഓഫീസിൽ ഹാജരാകാൻ വീണ്ടും നോട്ടീസ് പുറപ്പെടുവിച്ചത്. എന്നാൽ തലശ്ശേരി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി നിരസിച്ചു. ഇതേ തുടർന്ന് പ്രേരണ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി UAPA പ്രകാരമാണ് കേസെടുത്തത്. CBI DYSP ഹരി ഹോം പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ദളിത് ഗവേഷക വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSF जिंदाबाद, SSF जिंदाबाद. ത്യാഗചരിതമതല്ലോ SSF ധീര പ്രയാണം. ത്യാഗചരിതമതല്ലോ SSF ധീര പ്രയാണം. പൂർവികർ പകർന്ന വീര്യം ചോർന്നിടാതെയെന്നും പൂർവികർ പകർന്ന വീര്യം ചോർന്നിടാതെയെന്നും ധീരരക്തസാക്ഷികളെ ഓർക്കുക നമ്മൾ. ധർമ്മലോകമീ കരങ്ങളാൽ തീർക്കുക നമ്മൾ. ജിന്ദാബാദ് SSF जिंदाबाद, SSF जिंदाबाद. ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ ദൂരമേറെ താണ്ടിയെങ്കിലും മറന്നിടാ. ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ ദൂരമേറെ താണ്ടിയെങ്കിലും മറന്നിടാ. 40ന്റെ വിജയശൃംഗമിൽ പാദമൂന്നി നാം തോൽക്കുകില്ല ഈ പദങ്ങളിൽ. SSFുകാർ 40ന്റെ വിജയശൃംഗമിൽ പാദമൂന്നി നാം തോൽക്കുകില്ല ഈ പദങ്ങളിൽ. SSFുകാർ തീർത്തെളി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ധർമ്മപതാകയേന്തുക എന്ന ശീർഷകത്തിൽ 4 മാസമായി നടന്നുവരുന്ന SYS മെമ്പർഷിപ്പ് പുനഃസംഘടനാ ക്യാമ്പയിനുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള സംസ്ഥാന വാർഷിക സമ്മേളനം ഇന്നും നാളെയുമായി തളിപ്പറമ്പ് നാടുകാണി അൽമക്കറിൽ നടക്കും. ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ചേർന്നു. തുടർന്ന് 5 മണിക്ക് സംസ്ഥാന ഉപാധ്യക്ഷൻ KP അബൂബക്കർ മൗലവി പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. സമസ്ത കേരള ജമിയത്തുൽ-ഉലമ ട്രഷറർ KP ഹംസ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ലിയാഉൽ മുസ്തഫ മാട്ടൂൽ പ്രാർത്ഥന നിർവഹിച്ചു. ആദർശം, സാരഥ്യം, നയസമീപനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ നടക്കുന്ന പഠന സെഷനുകൾക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അബ്ദുറഹ്മാൻ ഫൈസി മാരായമംഗലം, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി തുടങ്ങിയവർ നേതൃത്വം നൽകും. CP സയ്യിദലവി മാസ്റ്റർ, മജീദ് കക്കാട്, മുഹമ്മദ് പറവൂർ, സുലൈമാൻ സഖാഫി മാളിയക്കൽ, ഡോക്ടർ PA മുഹമ്മദ് കുഞ്ഞി സഖാഫി, മുസ്തഫ മാസ്റ്റർ കോഡൂർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും.
നാളെ കാലത്ത് പ്രസ്ഥാനത്തിന്റെ ബഹുജന സംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് കൂടി രൂപപ്പെട്ട സാഹചര്യത്തിൽ SYSന്റെ പുതിയ കാഴ്ചപ്പാടുകളും നയനിലപാടുകളും കർമ്മപദ്ധതികളും സംബന്ധിച്ച് ചർച്ച നടത്തി നയരേഖയ്ക്കും രൂപം നൽകും. 11 മണിക്ക് 2016-19 കാലയളവിലേക്കുള്ള പുതിയ സാരഥികളുടെ തിരഞ്ഞെടുപ്പ് നടക്കും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കും. തുടർന്ന് സയ്യിദ് ത്വാഹ സഖാഫിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സംഗമം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. 244 പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിക്കും. ICF മിഡിൽ ഈസ്റ്റ് നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കും. സംഘ് പരിവാറിന്റെ ദളിത് വേട്ട അവസാനിപ്പിക്കുക, രോഹിത് വേമുലയുടെ മരണത്തിനുത്തരവാദികളായ കേന്ദ്രമന്ത്രിമാരെയും ഹൈദരാബാദ് സർവകലാശാല VCയെയും പുറത്താക്കുക എന്നീ ആവശ്യങ്ങളുയർത്തി SSF ഇന്നും നാളെയുമായി ഡിവിഷൻ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിക്കും. ദളിതർക്കെതിരെ സംഘ് പരിവാർ തുടരുന്ന മനുഷ്യത്വരഹിതമായ നിലപാടുകളിൽ ബഹുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിക്കുന്നത്. ഹൈദരാബാദ് സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥികൾക്കെതിരായ വിവേചനവും പ്രതികാര നടപടികളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈദരാബാദ് സർവകലാശാല വൈസ് ചാൻസലർക്ക് SSFന്റെ മുഴുവൻ ഘടകങ്ങളും ഇമെയിൽ അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. SSF സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന എക്സലൻസി ടെസ്റ്റ് ഈ മാസം 24-ന് ഞായറാഴ്ച നടക്കും. SSLC+2 വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ നടക്കുന്ന മാതൃകാ പരീക്ഷയാണ് എക്സലൻസി ടെസ്റ്റ്. സംസ്ഥാനത്ത് 809 കേന്ദ്രങ്ങളിൽ 74,913 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും മികച്ച പ്രതികരണമാണ് മുൻ വർഷങ്ങളിൽ ടെസ്റ്റിന് ലഭിച്ചത്. SSLC വിദ്യാർത്ഥികൾക്ക് മാത്രമായിരുന്നു 2015 വരെയും പരീക്ഷ എഴുതാൻ അവസരമുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തര അഭ്യർത്ഥന മാനിച്ചാണ് ഈ വർഷം മുതൽ +2വും ഉൾപ്പെടുത്തിയത്. വിദ്യാർത്ഥികളിലെ പരീക്ഷാപേടി ഇല്ലാതാക്കി ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ അവരെ പ്രാപ്തരാക്കുകയാണ് എക്സലൻസി ടെസ്റ്റിന്റെ താൽപര്യം. പരീക്ഷയോടനുബന്ധിച്ച് മുഴുവൻ കേന്ദ്രങ്ങളിലും മോട്ടിവേഷൻ ക്ലാസുകൾ നടക്കും. എക്സലൻസി ടെസ്റ്റ് സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച കാലത്ത് 9 മണിക്ക് കാസർകോട് ജില്ലയിലെ മിയപദവ് വിദ്യാവർദ്ധക സ്കൂളിൽ കർണാടക മന്ത്രി UT ഖാദർ നിർവഹിക്കും. SSF പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിക്കും. M അബ്ദുൽ മജീദ്, മുഹമ്മദ് സഖാഫി പാത്തൂർ, ഉമർ ഓങ്ങല്ലൂർ സംബന്ധിക്കും. ജില്ലാ ഡിവിഷൻ കേന്ദ്രങ്ങളിലും വിപുലമായ ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ SSF സംസ്ഥാന സെക്രട്ടറി CN ജാഫർ സ്വാദിഖ്, ജില്ലാ സെക്രട്ടറി സുലാഹുദ്ദീൻ അയ്യൂബി, ജാഫർ സ്വാദിഖ് ബായാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ ഖുർആൻ പ്രഭാഷകൻ ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ 8ാമത് ദശദിന ഖുർആൻ പ്രഭാഷണത്തിന് ഇന്ന് ചെറുവാടിയിലെ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമസ്ത കേരള സുന്നി യുവജന സംഘം കൊടിയത്തൂർ സർക്കിൾ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. EN മഹമ്മൂദ് മുസ്ലിയാർ നഗറിലാണ് ഇത്തവണത്തെ പരിപാടി. വിശുദ്ധ ഖുർആനിലെ 48ാമത് അധ്യായമായ നബഇനെ ആസ്പദമാക്കിയാണ് പ്രഭാഷണം നടക്കുക. ഇന്ന് വൈകിട്ട് സംഘാടക സമിതി ചെയർമാൻ N അലി അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും മഅ്ദിൻ ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 10 ദിവസങ്ങളിലും കാലിക പ്രസക്തമായ വിഷയങ്ങളിലാണ് പ്രഭാഷണം നടക്കുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള പ്രമുഖർ വിവിധ ദിവസങ്ങളിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. 1/4 ലക്ഷത്തോളം ആളുകൾക്ക് പരിപാടി ശ്രവിക്കുന്നതിനായി സൌകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. പരിപാടിയിൽ നിന്ന് മിച്ചം ലഭിക്കുന്ന തുക ഉപയോഗിച്ച് ജാതിമത വ്യത്യാസമില്ലാതെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും 200-ലേറെ രോഗികൾക്കും സർക്കാർ ആശുപത്രികൾക്കും സഹായം നൽകും. പരിപാടിയുടെ ഭാഗമായി 24-ന് അൽ സലാമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ N അലി അബ്ദുള്ള, KT അബ്ദുൽ ഹമീദ്, KA നാസർ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ആക്കോട് യൂണിറ്റ് SYS സംഘടിപ്പിക്കുന്ന മർഹൂം താജുൽ ഉലമ 2ാം ഉറൂസ് മുബാറക്ക് ഈ മാസം 29-ന് വെള്ളിയാഴ്ച ആക്കോട് നജാത്ത് നഗറിൽ നടക്കും. പരിപാടിയിൽ യുവ പണ്ഡിതൻ അബൂബക്കർ അസനി തെന്നല താജുൽ ഉലമ അനുസ്മരണ പ്രഭാഷണം നടത്തും. ശേഷം നടക്കുന്ന ദിക്ർ ദുആ മജ്ലിസിന് സയ്യിദ് അഹദൽ മുത്തനൂർ നേതൃത്വം നൽകും. ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ നടക്കുന്ന ജാമിയ സാഅദിയ അറബിയ 46ാം വാർഷിക ഭാഗമായി ഫെബ്രുവരി 8-ന് പ്രവാസി കുടുംബസംഗമം സംഘടിപ്പിക്കാൻ സ്വാഗത സംഘം വൈസ് ചെയർമാൻ സയ്യിദ് PS ആറ്റക്കോയത്തങ്ങൾ ബഹാസൻ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉപസമിതി യോഗം തീരുമാനിച്ചു. സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ കണ്ണവം ഉദ്ഘാടനം ചെയ്തു. KP ഹുസൈൻ സയദി KC റോഡ്, അബ്ദുൽ വഹാബ് തൃക്കരിപ്പൂർ, മുല്ലച്ചേരി അബ്ദുറഹ്മാൻ ഹാജി, അബ്ദുൽ കരീം സയദി ഏണിയാടി, അബ്ദുൽ ഖാദർ ഹാജി പാറപ്പള്ളി തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ധർമ്മപതാകയേന്തുക SYS പുനഃസംഘടനാ ക്യാമ്പയിന് സമാപനം കുറിച്ച് വാർഷിക സമ്മേളനത്തിന് തുടക്കമായി. കതിരൂർ മനോജ് വധം CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി.
വാരാണസി അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. SSF വിസ്ഡം എക്സലൻസി ടെസ്റ്റ് ഈ മാസം 24-ന് 75,000 വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കിരിക്കും. SNC ലാവലിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ സർക്കാർ അനുമതി വാങ്ങണമെന്ന് ഹൈക്കോടതി. രോഹിത് വെമുലയുടെ മരണം ഡിവിഷൻ കേന്ദ്രങ്ങളിൽ SSF ധർണ സംഘടിപ്പിക്കുന്നു. പത്താൻകോട്ട് നിന്ന് കാണാതായ കാർ ഡ്രൈവർ കൊല്ലപ്പെട്ട നിലയിൽ കാർ കാണാനില്ല. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.